അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3ാം ക്ലാസ്സുകാർക്ക് ഇന്ന് നടന്ന ദുറൂസ് പരീക്ഷയുടെ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. കൂട്ടുകാർ എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കൂ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. എന്താണ് യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്താണ്? അപ്പുറത്ത് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സ്വർഗത്തിൽ ഇടം നേടാം, സ്നേഹിക്കണം, നല്ല ഭക്ഷണം കഴിക്കണം, രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ, അബ്ദുല്ലാഹിബിന് മുബാറക്, നമീമത്ത് പറയുന്നവർ എന്നിങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കിയാലോ. ഒന്നാമത്തത് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്താ ചെയ്യേണ്ടത്? നല്ല ഭക്ഷണം കഴിക്കണം അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ്? സൃഷ്ടികളിൽ ഏറ്റവും ദുഷിച്ചവർ ആരാണ്? ഉത്തരം നമീമത്ത് പറയുന്നവർ. ഇനി മൂന്നാമത്തെ ചോദ്യം, അയൽവാസികളെ നാം സ്നേഹിക്കണം. അപ്പോൾ ഉത്തരം സ്നേഹിക്കണം. 4, ഖുറാസാനിലെ മഹാപണ്ഡിതൻ ആരായിരുന്നു? അബ്ദുല്ലാഹിബിനു മുബാറക്. ഇനി അഞ്ചാമത്തത്, നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ എന്താണ്? രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. ഇനി ആറാമത്തെ ചോദ്യം, നല്ലവർക്കൊപ്പം നിന്ന് സ്വർഗത്തിൽ ഇടം നേടാം. ഇങ്ങനെയൊക്കെയാണ് യോജിപ്പിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കിയാലോ. 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, അയൽവാസിയോടുള്ള കടമകൾ. എന്താണ് ഉത്തരം? 8ാമത്തെ പേജിലുണ്ട് അയൽവാസിയോടുള്ള കടമകൾ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തൊക്കെയാണ്? അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. ഇങ്ങനെ ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. മക്കൾക്ക് എളുപ്പമുള്ള ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ ചോദ്യം, വിരുന്നിൻ്റെ മര്യാദകൾ. അതും ഏതെങ്കിലും 2 എണ്ണം എഴുതാം. 10ാമത്തെ പേജിലുണ്ട്. എന്തൊക്കെയാണ് വിരുന്നിൻ്റെ മര്യാദകൾ? പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. അപ്പോൾ എന്താണ്? ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഇനി മൂന്നാമത്തെ ചോദ്യം, സൽ സ്വഭാവത്തിൻ്റെ ചില ലക്ഷണങ്ങൾ. അതെവിടെയാണ്? നമ്മുടെ 5ാമത്തെ പാഠത്തിലുണ്ട്, 15ാമത്തെ പേജിൽ. എന്തൊക്കെയാണ്? പുഞ്ചിരിക്കുന്ന മുഖം, ആരും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്, നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. എന്താണ്? പൂർത്തിയാക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? അല്ലാഹുമ്മ ഹസ്സൻത ഖൽഖി ഫഅഹ്സിൻ ഡാഷ്. എന്താണ്? ഉത്തരം ഖുലുഖി. എഴുതാനുള്ള എന്ത് മാത്രമേ ഉള്ളൂ? ഖുലുഖിന്ന് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാൽ മതി. പേജ് 16 ഒരു നല്ല ബോക്സിലൊക്കെ ഒരു ദുആ കൊടുത്തിട്ടില്ലേ? അതാണ്. അപ്പോൾ അത് പഠിച്ചവർക്കൊക്കെ അത് എഴുതാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നമുക്ക് അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് ഡാഷ്. അതിൻ്റെ ഉത്തരം എവിടെ ഉണ്ട്? പേജ് 18 അല്ലേ? 6ാമത്തെ പാഠത്തിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് എന്ത്? ഉത്തരം റിയാ. എഴുതാൻ എന്ത് മാത്രമേ ഉള്ളൂ? റിയാ എന്ന് മാത്രം എഴുതിയാൽ മതി. ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യം, കോപമടക്കാനുള്ള മാർഗം ഇരിക്കുന്നവനാണെങ്കിൽ ഡാഷ്. എന്താണ് ഉത്തരം? പേജ് 22 എന്താണ് ഉത്തരം? കിടക്കുക. ഇരിക്കുന്നവനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കിടക്കുക. ഇനി നമുക്ക് 4ാമത്തെ പ്രവർത്തനം എഴുതാം. എന്താണ്? ഉത്തരം എഴുതാം. അപ്പോൾ ഇതൊന്ന് വിശദീകരിച്ച് എഴുതാനുള്ള ഉത്തരങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, അസൂയ എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരം 24ാമത്തെ പേജിലുണ്ട്, ഒരു ബോക്സിലൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്താണ് ഉത്തരം?
തൻ്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഗീബത്ത് എന്നാൽ എന്താണ്? അതിൻ്റെ ഉത്തരം എവിടെ ഉണ്ട്? 27ാമത്തെ പേജിലുണ്ട്. ഒരു ബോക്സിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഗീബത്ത്? തൻ്റെ സഹോദരനെ സംബന്ധിച്ച് അവന് ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഗുസ്തിയിൽ വിജയിക്കുന്നവനല്ല ശക്തൻ, പിന്നെ ആരാണ് യഥാർത്ഥ ശക്തൻ? അതിൻ്റെ ഉത്തരം 22ാമത്തെ പേജിൽ ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നല്ല നീല കളറിൽ. എന്താണ് ഉത്തരം? കോപം വരുമ്പോൾ അവൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഇനി അതിലെ 4ാമത്തെ പ്രവർത്തനം, നമീമത്ത് എന്നാൽ എന്ത് എന്ന് എഴുതാനാണ്. അതിൻ്റെ ഉത്തരം 30ാമത്തെ പേജിലുണ്ട്, ഒരു ബോക്സിലാക്കി തന്നിട്ടുണ്ട് അല്ലേ. എന്താണ് ഉത്തരം? കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. ഇനി നമുക്ക് 5ാമത്തെ പ്രവർത്തനം നോക്കാം, പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി ഡാഷ് റദ്ദല്ലാഹു അൻ ഡാഷ് അന്നാറ യൗമൽ ഖിയാമ. ഇവിടെ പൂരിപ്പിക്കാൻ എന്താണ്? 28ാമത്തെ പേജിൽ ആ ബോക്സിൽ തന്നെ ഉണ്ട്. എന്താണ് ഇവിടെ പൂരിപ്പിച്ചു കൊടുക്കേണ്ടത്? ഫസ്റ്റത്തെ ഡാഷിൽ അഹീഹി എന്ന് മാത്രമേ എഴുതാനുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഡാഷിനോടത്ത് അൻ വജിഹിഹി എന്ന് മാത്രം എഴുതാനുള്ളൂ. ബാക്കിയെല്ലാം അവിടെ തന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ഈയാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലു ഡാഷ് കമാ തഅ്കുലു ഡാഷ് അൽ ഹതബ. ഇവിടെ എന്താ പൂരിപ്പിക്കേണ്ടത്? ഫസ്റ്റ് ഡാഷ് ഇട്ടോടുത്ത് അൽ ഹസനാത്തി എന്നും രണ്ടാമത്തെ ഡാഷിനടുത്ത് എന്താണ്? അഞ്ഞാറു എന്നുമാണ് പൂരിപ്പിക്കേണ്ടത്. ഇത് പേജ് 25 ആ ബോക്സിലുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം അൽ ഹസനാത്തി എന്നും അഞ്ഞാറു എന്നും തന്നെ എഴുതണം. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം? ഇയാക്കും വൽ ഹസദ ഫ ഇന്നൽ ഹസദ യഅ്കുലുൽ ഹസനാത്തി കമാ തഅ്കുലു അന്നാറുൽ ഹതബ. ഇനി അടുത്ത പ്രവർത്തനം നോക്കിയാലോ. 6ാമത്തെ എന്താണ്? ക്രമത്തിലാക്കാം. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒന്നാമത്തെ ചോദ്യത്തിൽ അൽ ജന്നത ലാ യദ്ഖുലു നമ്മാമുൻ. ഇതെങ്ങനെയാണ് ക്രമത്തിലാക്കി എഴുതുക? പേജ് 31 ഉത്തരം ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ. ഇവിടെ 31ാമത്തെ പേജിലെ ഒരു ബോക്സിൽ നീല കളറിൽ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. എന്താണ് ക്രമത്തിലാക്കാനുള്ളത്? ചോദ്യം 2, ഫൽ യസിൽ റഹിമഹു വൽ യൗമിൽ ആഖിരി മൻ കാന യുഅ്മിനു ബില്ലാഹി. ഇതെങ്ങനെയാണ് നമ്മൾ ക്രമത്തിലാക്കുക? ഇതിൻ്റെ ഉത്തരം 1ാമത്തെ പാഠത്തിലുള്ളതാണ്. 5ാമത്തെ പേജിൽ ഒരു ബോക്സിൽ നല്ല ചുവപ്പ് കളറിൽ തന്നിട്ടുണ്ട്. എന്താണ് ഉത്തരം? വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. ഇനി നമുക്ക് 7ാമത്തെ പ്രവർത്തനം, ഏറ്റവും അവസാനത്തെ പ്രവർത്തനമാണ് വേർതിരിക്കാം. എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ്? ഇവിടെ ബ്രാക്കറ്റിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നല്ലവരുമായി കൂട്ടുകൂടുക, സ്വന്തം കുറവുകൾ തിരിച്ചറിയുക, മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക, ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊക്കെ വേർതിരിച്ച് എഴുതണം. എങ്ങനെയൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം, ഗീബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ. അപ്പോൾ നല്ലോണം ശ്രദ്ധിച്ച് എഴുതണം. എന്തൊക്കെയാണ് അതിൻ്റെ ഉത്തരം? ഗീബത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മാർഗങ്ങൾ ഇവയിൽ ഏതൊക്കെയാണ്? ഒന്നാമത്തത് സ്വന്തം കുറവുകൾ തിരിച്ചറിയുക. 2, മറ്റുള്ളവരെ സംബന്ധിച്ച് നന്മ വിചാരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? നമീമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള മാർഗങ്ങൾ. അത് ഏതൊക്കെയാണ്? അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നല്ലവരുമായി കൂട്ടുകൂടുക. അപ്പോൾ ഇങ്ങനെ ഉത്തരങ്ങൾ വേർതിരിച്ച് എഴുതിയാൽ അതിനെന്ത് കിട്ടും? ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ കൂട്ടുകാരൊക്കെ ഉത്തരം എഴുതിയതൊക്കെ ശരിയാണോ?
നിങ്ങൾക്കൊക്കെ എത്ര മാർക്കാണ് ലഭിച്ചത്, പരീക്ഷ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ ഇനി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ അതിലൊക്കെ ജോയിൻ ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.